ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. അതിൽ 11th ചാപ്റ്ററായ വിത്തിൻ നമ്പേഴ്സ് എന്നുള്ള ഈ ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് വിത്തിൻ നമ്പേഴ്സ് എന്നുള്ളത്? എന്താണ് നമുക്കറിയാം, എന്ത് മൾട്ടിപ്ലിക്കേഷൻ എന്താ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം അല്ലേ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്പിൾസ് ആണ് ഈ ചാപ്റ്ററിൽ ഫസ്റ്റിൽ വരുന്നത് അല്ലേ. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഈ കുറച്ച് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എന്താണ് റോയും കോളം എന്നൊക്കെ ഉള്ള വ്യത്യാസമാണൊക്കെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് റോയിൽ നോക്കൂ, ഇതൊക്കെ എന്താണ്? വണ്ണിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. ഇത് 1 2 3 4 എന്താണ്? വണ്ണിൻ്റെ മൾട്ടിപ്പിൾ. ഇതാണെങ്കിൽ അടുത്തതിൽ എന്താണ്? 2ൻ്റെ മൾട്ടിപ്പിൾ, 3ൻ്റെ മൾട്ടിപ്പിൾ, 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അതായത് 2നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 2, 2നെ 2നോട് ഇൻറ്റു ചെയ്തപ്പോൾ 4 അല്ലേ. 1 2 3 4 5 6 7 8 9 10 അതിനോട് എന്താക്കുക? 2നോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇത് കിട്ടുക. അതേപോലെ 3ന് എന്താണ്? 1 2 3 4 5 6 7 8 9 10 എന്നുള്ള ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മൾട്ടിപ്പിൾ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോന്നാനം 1 2 3 4നോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ. അപ്പം 1ൻ്റെ മൾട്ടിപ്പിൾ ആണ് മുകളിൽ, ഇത് 2ൻ്റെ മൾട്ടിപ്പിൾ, ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ, ഇത് 4ൻ്റെ, ഇത് 5ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത് നോക്കിയാൽ, ബൈ ദ മൾട്ടിപ്പിൾസ് ഓഫ് എ നാച്ചുറൽ നമ്പർ, ബൈ ദ മൾട്ടിപ്പിൾസ് ഓഫ് എ നാച്ചുറൽ നമ്പർ വി മീൻ ദ നമ്പേഴ്സ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് 1 2 3 4 5 6 എക്സെട്ര അല്ലേ. ബൈ ദാറ്റ് നമ്പർ എന്താണ്? നമ്മളൊരു നാച്ചുറൽ നമ്പറിനോട്, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 അല്ലേ, അത് ആ നമ്പറിനോട് എക്സെട്ര അല്ലേ. ആ നമ്പറിനോട് ഒരു നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കും അത് എന്നാണ് പറയുന്നത്. അതായത് 2നോടാണ് ഈ 1 2 3 4നോട് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ, 3നോടാണ് 1 2 3 4 5 6 ആ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ എന്താണ്? ഒരു നമ്പറിനെ, ഒരു നാച്ചുറൽ നമ്പറിനോട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? ആ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ നോക്കിയ ഇവിടെ പിന്നെ പറയുന്നത് നോക്ക്, 48 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. 48 എന്താണ്? 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ 6ൻ്റെ മൾട്ടിപ്പിൾ 48 വരുന്നുണ്ടോ നോക്കിയാൽ? വരുന്നുണ്ട് അല്ലേ. അത് അവിടെ 48 വന്നല്ലേ. അപ്പോൾ എന്താണ്? 48 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 അല്ലേ. ഇനി ഞാൻ ചോദിക്കട്ടെ, 35 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് വെച്ചാൽ എന്താണ്? 5ൻ്റെ ടേബിളിൽ നോക്കുക അല്ലേ. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ 35 വരുന്നില്ലേ? ആണ് അല്ലേ. അപ്പോൾ 35 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. ഇനി വലിയ വലിയ നമ്പറൊക്കെ ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ എന്താണ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? അതിന് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് 102 എന്താണ് 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഈസ് 102 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. അപ്പോൾ 102 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ 102നോട് 6 നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്താണ്? നമ്മൾ 6 ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ്? റിമൈൻഡറും കോഷ്യൻ്റൊക്കെ കിട്ടൂലേ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ, അതായത് താഴത്ത് ബാലൻസ് 0 ആണെങ്കിൽ എന്താണ്? ആ നമ്പർ 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇപ്പോൾ 102 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ നമുക്ക് ലാസ്റ്റ് എന്താണ്? റിമൈൻഡർ കിട്ടില്ല. അപ്പോൾ 0 ആണെങ്കിൽ എന്താണ്? ആ 6 എന്താണ്? 202ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. ഇനി 268 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയണമെങ്കിൽ എന്താണ്? 268 ഡിവൈഡഡ് ബൈ 6, സാധാരണ ഡിവൈഡ് ഇല്ല, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ 268 ഡിവൈഡ് ബൈ 6 ചെയ്തിട്ട് നിങ്ങൾക്ക് റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ 268 എന്താണ്? 6ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. ഇനി അപ്പോൾ ഇവിടെ വരുന്ന 268 നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? റിമൈൻഡർ 4 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? റിമൈൻഡർ 0 ആണെങ്കിലാണ് എന്ത് പറഞ്ഞത്? മൾട്ടിപ്പിൾ എന്താണ്? മൾട്ടിപ്പിൾ എന്ന് പറയാം അല്ലേ. ഇത് നോക്കിയാൽ 268 ഡിവൈഡഡ് ബൈ 6 ചെയ്തപ്പോൾ റിമൈൻഡർ 4 കിട്ടിയത് അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ പറയുക? 268 ഈസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 6. ഓക്കെ, ഇവിടെ 4 ബാലൻസ് വരുന്നതുകൊണ്ട് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 6 ആയിരിക്കില്ല. അപ്പോൾ നോക്കി ഇവിടെ പറയുന്നത്, ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ അനദർ നമ്പർ ദ ഫസ്റ്റ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ സെക്കൻഡ് നമ്പർ ഇഫ് ദർ ഈസ് എ റിമൈൻഡർ ഓൺ ഡിവിഷൻ ഇറ്റ് ഈസ് നോട്ട് മൾട്ടിപ്പിൾ. എന്താണ്? ഒരു നമ്പർ വേറൊരു നമ്പറിനോട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ എന്താണ്? ഫസ്റ്റ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സെക്കൻഡ് നമ്പർ ആയിരിക്കും അല്ലേ. ഇനി റിമൈൻഡർ 0 അല്ല, റിമൈൻഡർ ബാലൻസ് 1 2 3 ഒക്കെ ഉണ്ടെങ്കിൽ, ബാലൻസ് ഉണ്ടെങ്കിൽ എന്താണ്? ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പറയേണ്ടത്? മൾട്ടിപ്പിൾ അല്ല എന്ന് പറയുന്നത്, നോട്ട് മൾട്ടിപ്പിൾ. ഓക്കെ, ദെൻ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ പറയുന്നത് ഇത് എക്സാം ഇതാണ് അല്ലേ. Now in each pair of numbers given below check whether the first is a multiple of the second. എന്താണ്? ഈ ഫസ്റ്റ് നമ്പർ 7 is a multiple of the 91 ആണോ എന്ന് ചോദിക്കുക അല്ലേ. അപ്പോൾ 91 ഡിവൈഡഡ് ബൈ 6 ചെയ്തു. അതായത് വലിയ സംഖ്യ അല്ലേ, വലിയ നമ്പർ എന്താണ്? ചെറിയ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് അറിയുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 91 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പോൾ ചെയ്ത് നോക്കുക.
അപ്പോൾ 91 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ അതെങ്ങനെ ചെയ്യുക? 7ന്റെ മൾട്ടിപ്പിൾ നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. അപ്പോൾ ഈ 9 ഫസ്റ്റത്തെ ഈ നമ്പർ 9 ആണ് അല്ലേ. അപ്പോൾ 9ന്റെ അത്ര 7 ഉണ്ട് നോക്കുക. അപ്പോൾ 1 7 is 7, 2 7s are 14 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് 9 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ എത്ര 9ൽ എത്ര 7 ഉണ്ട്? 1 ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതുക? 1 എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ 1 അല്ലേ. അപ്പോൾ 1 7 is എന്താണ്? 1 7 is 7 അല്ലേ. അതെന്താക്കുക? ഇവിടെ എഴുതുക. ഓക്കെ, 1 7 is 7. ഈ 9ന്റെ ചൂട്ടിലായിട്ട് എന്താക്കുക? 7 എഴുതുക അല്ലേ. അപ്പോൾ 1 into 7 എത്രയാണ്? 7 അല്ലേ. എന്നിട്ട് എന്താക്കുക? ഈ 9ന്ന് 7 മൈനസ് ചെയ്യാം. അപ്പോൾ 9ന്ന് 7 കുറച്ചാൽ എത്രയാണ്? 2 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 2 എന്ന് എഴുതുക. ഓക്കെ, 9ന്ന് 7 കുറച്ചാൽ 2 എന്ന് ഇവിടെ എഴുതുക. പിന്നെ ഈ 1 അല്ലേ ഇങ്ങോട്ട് ഇറക്കി എഴുതുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1 അല്ലേ. അപ്പോൾ 21 കിട്ടും അല്ലേ. അപ്പോൾ 21ൽ എത്ര 7 ഉണ്ട് നോക്കുക. 21ൽ എത്ര 7 ഉള്ളത്? 7ന്റെ ടേബിളിൽ ചൊല്ലി നോക്കിയേ. 1 7 is 7, 2 7s are 14, 3 7s are 21 അല്ലേ. അപ്പോൾ കിട്ടി നമുക്ക് അല്ലേ. അപ്പോൾ എന്താണ്? 3 7s are എന്ത് കിട്ടി നമുക്ക്? 21 കിട്ടി അല്ലേ. 21 കിട്ടി. അപ്പോൾ നമുക്ക് എന്താക്കുക? അവിടെ എഴുതുക 21. ഓക്കെ, നേരെ താഴെയായിട്ട് എഴുതുക. ഇനി നമ്മളെന്താ ചെയ്യുക? ഇത് മൈനസ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളെന്താക്കുക? 21ന് 21 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി നമുക്ക്? 1ന്ന് 1 പോയാൽ എത്രയാണ്? 0 അല്ലേ. അപ്പോൾ 0 എന്ന് എഴുതി. 2ന്ന് 2 പോയാൽ എന്താണ്? 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കുക? 0 0 അല്ലേ. ഇത് 0 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് റിമൈൻഡർ എന്ത് കിട്ടി? 0. ഇനി ഒന്നും ഇറക്കി ചെയ്താലും ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താ റിമൈൻഡർ ഇവിടെ 0 എന്ന് കിട്ടിയില്ലേ. ഓക്കെ, റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ്? 91ഉം 7ഉം എന്താ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആണ് അല്ലേ. അപ്പം 91 is a multiple of 7 അല്ലേ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? 91 is a multiple of 7 എഴുതുക കേട്ടോ. റിമൈൻഡർ 0 ആണ് കിട്ടിയില്ലേ. ഇനി അടുത്ത് നോക്കൂ. 9ഉം 121 ആണ് അല്ലേ. അപ്പോൾ 127 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മൾട്ടിപ്പിൾ ആണോ നോക്കുക? 127നെ 9നോട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്താൽ എന്താ കിട്ടുക നോക്കില്ലേ. അതേപോലെ 136 12നെ മൾട്ടിപ്പിൾ ആണോ നോക്കി ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ചെയ്ത് നോക്കാം. 225നെ 15ന്റെ മൾട്ടിപ്പിൾ ആണെന്നും ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ 127 ഡിവൈഡഡ് ബൈ 9 അല്ലേ. അപ്പോൾ 12 1ൽ 9ഇല്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത നമ്പർ 2 കൊടുക്കൂല്ലേ. അപ്പോൾ 1 2 12. 12ൽ എത്ര 9 ഉണ്ട് നോക്കുക. എത്ര പ്രാവശ്യമാണ് 9ന്റെ ടേബിളിലേക്ക്? 1 9 is 9, 2 9s are 18 ആണ് അല്ലേ. അപ്പോൾ 12ന്റെ മേലെ പോയി 2 അല്ലേ. അപ്പോൾ 1 അല്ലേ. 1ലാണ് എന്ത് വരുന്നത്? 1 9 is 9 അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കുക? 1 9 is 9 അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കുക? 12ന്റെ നേരെ താഴെയായിട്ട് നമ്മൾ 9 എഴുതുക. 1 9 is 9. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളിത് മൈനസ് ചെയ്യുക അല്ലേ. 12ൽ എത്ര 9? 12 മൈനസ് 9 എത്രയാണ്? 3 അല്ലേ. അപ്പോൾ എന്താ നമുക്ക് 12 മൈനസ് 9 എന്ന് പറയുമ്പോൾ 3. ഓക്കെ, ഇനി ഈ 7 ഇറക്കി എഴുതുക അല്ലേ. ഈ 7 തൊട്ടപ്പുറത്തുള്ള ഈ 7 ഇറക്കി എഴുതുക. ഈ 37ൽ എത്ര 9 ഉണ്ട് നോക്കുക. 37ൽ അപ്പോൾ എന്താ? 9 1 9 is 9, 2 9s are 18, 3 9s are 27, 4 9s are 36, 5 9s are 45. 37ന്റെ മേലെ പോയില്ലേ. അത് പറ്റൂല. നമുക്ക് 37 താഴെയുള്ള നമ്പറോ കിട്ടണം അല്ലേ ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 37 എത്ര ഉണ്ട്? 9 4 ആണ് അല്ലേ. അപ്പോൾ 4 9s are എത്രയാണ്? 36 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? ഇവിടെ 4 എഴുതുക അല്ലേ. അപ്പോൾ 4 9s are 36 അല്ലേ. അത് നമുക്ക് ഇവിടെ എഴുതുക 36. ഓക്കെ, അപ്പോൾ 36. ഇനി എന്താക്കുക? 37ന്ന് 36 മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ 37ന്ന് 36 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ. അപ്പോൾ റിമൈൻഡർ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് 1 ആണ് കിട്ടിയത് അല്ലേ. നമുക്ക് പറഞ്ഞെന്താ? 0 ആണെങ്കിലാണ് എന്താക്കേണ്ടത്? നമ്മൾ ആ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയുള്ളൂ അല്ലേ. ഇവിടെ റിമൈൻഡർ എന്താ? 1 കിട്ടി അല്ലേ. ഇവിടെ നിന്ന് ഇറക്കി ചെയ്താലൊന്നുമില്ലല്ലോ, ഒന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ റിമൈൻഡർ എന്താ? 1 ആണ് വന്നത് അല്ലേ. അപ്പോൾ എന്താ? 127 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. റിമൈൻഡർ 0 ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ഈ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആവും അല്ലേ. പക്ഷെ ഇവിടെ റിമൈൻഡർ എന്താണ്? 1 ആണ് വന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 127 ഈസ് എ 127 is not a multiple of എന്താണ്? 9 അല്ലേ. മൾട്ടിപ്പിൾ അല്ല അല്ലേ 9ന്റെ. 127 എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 12ഉം 136 ആണ് അല്ലേ. അപ്പോൾ 136 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് നോക്കുക. നോക്കാം. അപ്പോൾ 1ൽ 12 ഇല്ല അല്ലേ. 13ൽ എത്ര 12 ഉണ്ട്? 1 അല്ലേ. 1 12 is 12 ആണ്. 2 12s 24 ആണ് അല്ലേ. പക്ഷെ എന്താ? നമുക്ക് ഇവിടെ ഉള്ള 13 ഉള്ളൂ അല്ലേ. അപ്പോൾ 1 അല്ലേ. അപ്പോൾ 1
12 ഈസ് എന്താണ് 12 അല്ലേ, അതിവിടെ എഴുതുക. ഓക്കെ, ഇനി എന്താക്കുക, അത് നമ്മൾ മൈനസ് ചെയ്യുക അല്ലേ. ഇവിടെ ഒരു വര വരയ്ക്കുക, എന്നിട്ട് എന്താക്കുക മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ 3 2 പോയാൽ എത്രയാണ്? 3 2 പോയാൽ 1 അല്ലേ, 1 1 പോയാൽ 0 അല്ലേ. അവിടെ നിന്ന് കൊടുത്താൽ അല്ലേ, 3 2 പോയാൽ 1 1 1 പോയാൽ 0 ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, 0 ഇട്ടാലും കുഴപ്പമില്ല അല്ലേ. ഇനി എന്താണ് അടുത്ത ഈ നമ്പർ ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതി അല്ലേ, എത്രയാണ് 6 അല്ലേ, ആ 6 ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതി. ഓക്കെ, ദെൻ ഇനി എന്താ നമ്മൾ ചെയ്യുക? 16 എത്ര 12 ഉണ്ട്? 1 തന്നെ അല്ലേ. 1 12 ഈസ് 12 ആണ്. 2 12 സാർ എത്രയാണ്? 24 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് 24 എന്ന് പറഞ്ഞാൽ 16 8 മേലെ പോയി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്താ 12 അല്ലേ. 1 12 ഈസ് 12 അല്ലേ. ഓക്കെ, 1 12 ഈസ് 12 അത് എഴുതി. ഇനി എന്താ നമുക്ക് ഇത് മൈനസ് ചെയ്യുക. ഓക്കെ, മൈനസ് ചെയ്തിട്ട് 16 12 പോയാൽ എത്രയാണ്? 4 ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇത് റിമൈൻഡർ 4. ഇനി എന്താ ഇറക്കിയതാണല്ലോ, ഇല്ല അല്ലേ. അപ്പോൾ ഇത് 4 വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ നമുക്ക് പറയാ, റിമൈൻഡർ 0 ആണെങ്കിലാണ് ഇത് മൾട്ടിപ്പിൾ എന്ന് പറയാം അല്ലേ. ഇതെന്താണ് 0 ആണ്, റിമൈൻഡർ അല്ല. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 136 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് എന്താ മൾട്ടിപ്പിൾ ഓഫ് 12 അല്ലേ. അപ്പം എന്താണ് 136 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 12. റിമൈൻഡർ 0 ആണെങ്കിലാണ് മൾട്ടിപ്പിൾ എന്ന് പറയാം കേട്ടോ. റിമൈൻഡർ 0, റിമൈൻഡർ പറഞ്ഞാൽ ഈ അടിയത്തെ ഈ നമ്പർ ബാലൻസ് അല്ലേ, അത് 0 ആണെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് പറയാം. 0 അല്ല, വേറെ ഏതോ നമ്പറൊക്കെ ആണെങ്കിൽ 1 2 3 ഏതെങ്കിലും ഒരു നമ്പറൊക്കെ ആണെങ്കിൽ എന്താണ് അത് മൾട്ടിപ്പിൾ അല്ല, നോട്ട് എ മൾട്ടിപ്പിൾ എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 15 225 അല്ലെ. 225ന്റെ മൾട്ടിപ്പിൾ ആണോ 15 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 225 ഡിവൈഡ് ബൈ 15 അല്ലേ. അതിനെന്താണ് ആദ്യം 2 നോക്കുക. 2 15 വരുന്നുണ്ടോ? ഇല്ല. 22 അല്ലേ. 22 എത്ര 15 വരുന്നുണ്ട്? 1 15 ഈസ് 15, 2 50 ഈസ് 30 അല്ലേ. 30 വരുന്നുണ്ട്. അപ്പോൾ 22ന്റെയും വലുതാണ് 30 വരുന്നത്. അപ്പോൾ 1 ആണ് അല്ലേ, 50 ആണ്. 22 അതിൻ്റെ താഴെയുള്ള നമ്പറെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എഴുതാൻ പാടില്ല. അപ്പോൾ 115 ഈസ് എത്രയാണ്? 15 അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കുക അവിടെ 15 എഴുതുക കേട്ടോ. 115 ഈസ് 15. ഓക്കെ, അപ്പോൾ ഇനി വരയ്ക്കുക. ഇനി 22 അല്ലേ. ഇനി 2 5 പോവുക ഇല്ല. അപ്പോൾ ഇപ്പുറത്തുനിന്ന് കട്ടെടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ വെട്ടിയിട്ട് ഇവിടെ എന്താക്കും? ഇവിടെ 1 നെയ്തു, ഇപ്പുറത്തെ 12 നെയ്തു അല്ലേ. അപ്പോൾ 12 5 പോയാൽ എത്രയാണ്? 7 അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക അവിടെ 7 എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ 15 മുതൽ 22 വരെ എണ്ണി നോക്കുക അല്ലേ. 15 16 17 18 19 20 21 22 അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്താക്കും? 7 എഴുതും. ഓക്കെ, ഇനി എന്താണ് അപ്പുറത്തുള്ള നമ്പർ ഇറക്കി എഴുതുക. തൊട്ടപ്പുറത്തുള്ള അല്ലേ 5 ആണ്, അതുകൊണ്ട് ഇറക്കി എഴുതുക. ഇനി 75 എത്ര 15 ഉണ്ട് നോക്കുക. അപ്പോൾ 15ന്റെ ടേബിൾ ഒന്ന് ചൊല്ലി നോക്കിയാൽ 115 ഈസ് 15. ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കുക. 15 ഇൻറ്റു 1 2 ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാ 30 കിട്ടും അല്ലേ. പിന്നെ 50 ഇൻറ്റു 3 എത്രയാണ്? 50 ഇൻറ്റു 3 45 ആണ്. 50 ഇൻറ്റു 5 50 ഇൻറ്റു 5 സൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും കിട്ടുക 50 ഇൻറ്റു 5 50 ഇൻറ്റു 5 എത്രയാണ്? 75 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ റിമൈൻഡർ കിട്ടുന്നത് നോക്കിയാൽ ഇവിടെ 75 കിട്ടി അല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് മൈനസ് ചെയ്യുക അല്ലേ. 75 മൈനസ് 75 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക ഇവിടെ 0 എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ 0 എന്ന് എഴുതി. അപ്പോൾ 0, അപ്പോൾ റിമൈൻഡർ ഇവിടെ 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എന്താ എഴുതാൻ പറ്റും നമുക്ക്? യെസ്, എന്താണ് 225 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 225 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എന്താ 50 അല്ലേ. 15. അപ്പോൾ നമുക്ക് എന്താ എഴുതാം?